എൻ്റെ പേര് ഷീബ. ഞാൻ നെടുവത്തൂർ GSTയിലെ RBSK നേഴ്സാണ്. നെടുവത്തൂർ DPD സ്കൂളിൽ FM റേഡിയോയിലേക്ക് അതിഥിയായിട്ട് വന്നതാണ്. കുട്ടികൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമെന്ന് കരുതുന്നു. ഇപ്പോൾ നമ്മൾ മഴക്കാലമാണ്, കുട്ടികൾക്ക് ധാരാളം അസുഖങ്ങളൊക്കെ ഉണ്ട്. രോഗങ്ങൾക്കെല്ലാം നമ്മൾ സ്വയം ചികിത്സയാണ് ചെയ്യുന്നത്. ഇപ്പം സ്വയം ചികിത്സ പാടില്ല. ഇപ്പോഴും മഴക്കാലമായതുകൊണ്ട് ധാരാളം വയറിളക്ക രോഗങ്ങൾ, അതേപോലെ വൈറൽ ഫീവറുകൾ, എലിപ്പനി, ഡെങ്കിപ്പനി എല്ലാം മഴയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങളാണ്. ആ രോഗങ്ങളിൽ പലപ്പോഴും സ്വയം ചികിത്സ ചെയ്യുമ്പോൾ കുട്ടികളുടെ കണ്ടീഷൻ, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന അസുഖങ്ങൾ വന്നിട്ട് സ്വയം ചികിത്സ വഴി രോഗം മൂർച്ഛിക്കുമ്പോഴാണ് ഹോസ്പിറ്റലാകുന്നത്. അങ്ങനെ ചെയ്യരുത്. ഒരു മെഡിസിനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ പറയാതെ നമ്മൾ കൊടുക്കരുത്. പനിയാണെങ്കിലോ അല്ലെങ്കിൽ വയറിളക്കമാണെങ്കിലോ ഏത് രോഗമാണെങ്കിൽ പോലും ഡോക്ടറെ കാണിക്കണം. പാരസെറ്റമോൾ പോലുള്ള ചെറിയ തരത്തിലുള്ള ചെറുതല്ല ചൂടല്ലേ ഉള്ളൂ എന്ന് കഴിഞ്ഞ് നമ്മൾ പാരസെറ്റമോൾ കുട്ടികൾ കൊടുക്കരുത്. ഡെങ്കിപ്പനി ആണെങ്കിൽ നമ്മൾ പാരസെറ്റമോൾ ഉപയോഗിക്കത്തില്ല. അപ്പം കുട്ടിക്ക് പാരസെറ്റമോൾ കൊടുക്കുക, അല്ലെങ്കിൽ വലിയവരായാലും പാരസെറ്റമോൾ കഴിക്കുമ്പോൾ ബ്ലീഡിങ്ങും ലിവർ സിറോസിസ് പോലുള്ള കണ്ടീഷൻസ് ഒക്കെ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ കഴിവതും സ്വയം ചികിത്സയാകരുത്. കൊതുക് പെരുകാതിരിക്കാൻ വേണ്ടി എല്ലാ ഞായറാഴ്ചകളിലും വീടുകളിലും വെള്ളിയാഴ്ചകളിൽ സ്കൂളുകളിലും ഡ്രൈ ഡേ ആചരിക്കണം. ആരോഗ്യവകുപ്പ് അത് നിർദ്ദേശിക്കുന്നുണ്ട്. അത് നമ്മുടെ വീടുകളിൽ നിന്ന് കുട്ടികളിൽ നിന്ന് തുടങ്ങാൻ വേണ്ടിയാണ്. സ്കൂളുകളിലെല്ലാം അവർക്ക് ബോധവൽക്കരണം കൊടുക്കുന്നുണ്ട്. അതുവഴി വീടുകളിലും ചെയ്യുമ്പോൾ ഒന്ന് നമ്മൾക്ക് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാം. അതോടൊപ്പം തന്നെ നമുക്ക് ഫൈൻ ഈടാക്കുന്നുണ്ട് ഗവൺമെൻറ്. അപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കും.